നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു ഗ്ലാസ് വൈൻ കുടിച്ചു, അത്രേ ഉള്ളൂ. മതിയല്ലോ, നഞ്ചെന്തിന് നന്നായി. നാട് കണ്ടില്ലേ, പൊയ്യാരത്ത് കുടുംബത്തിലെ കുട്ടികൾ മദ്യപിക്കേ. ഹൈ മ്ലേച്ഛം, കലികാലം എന്നല്ലാതെ എന്തു പറയാൻ. നീ ഈ സ്വാമിയാര് കളിക്കുന്നതിന് മുമ്പേ ദിവസവും ഒരു ബോട്ടിൽ അകത്താക്കിയിരുന്നവനാ. അതുകൊണ്ടേ നീ വലിയ ന്യായമൊന്നും പറയണ്ട. സഹോദരി, സന്യാസിമാരുടെ പൂർവാശ്രമത്തെ കുറിച്ച് ചെയ്യരുത്, അതരുതാത്ത കാര്യമാണ്. കൊണ്ടുപോയി കിടത്തണം അവളെ. നന്ദു നേരെ നിക്ക്. നന്ദു ചേച്ചി നിതീഷേട്ടാ, 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 ഞാൻ കാര്യം പറയട്ടെ. കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തില്ലടി നാണി. എള്ളോളം ഉള്ളിൽ ചെന്നാൽ ഭൂലോകം തരികിട തിട്ടൈ തിട്ടൈ തിട്ടൈ. അതെ, ഒന്ന് നിക്കണം. നിങ്ങൾ എന്താ തെമ്മാടിത്തരെ കാണിച്ചത്? എട്ടും പൊട്ടും തിരിയാത്തൊരു കുട്ടിയത്. അതെ, ഇന്നീ കാണിച്ചിരിക്കട്ടെ. ഇനി മേലിൽ അവളെ ഇങ്ങനെ കൊണ്ടു നടന്ന് വഷളാക്കരുത്. വല്ലപ്പോഴും ഒന്ന് ക്ലബിൽ പോവുകയോ ഒരു ഗ്ലാസ് വൈൻ കുടിക്കുകയോ ഒക്കെ ചെയ്യുന്നതേ നാട്ടു നടപ്പില്ലാത്ത കാര്യമൊന്നും അല്ല സുമിതേ. നിന്നെ പോലുള്ള പൊട്ടക്കിണറ്റിലെ തവളകൾക്ക് അതൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല. നീയെ ലോകം കണ്ടിട്ടില്ല, അതാ നിന്റെ പ്രശ്നം. ലോകം പോയൊരു പോക്കേ. കെട്ടിയോന്ന് പറയുന്ന ആളൊരുത്തൻ അവളെയും താങ്ങി പിടിച്ചുകൊണ്ട് പോകുന്ന പോക്കുണ്ടല്ലോ, അതാണ് കാണേണ്ട കാഴ്ച. കഷ്ടം. മോളെ, ഒരാൾ വഴിതെറ്റാൻ തീരുമാനിച്ച് പുറപ്പെട്ടാ പിന്നെ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാഴ്ചക്കാരായി ഇങ്ങനെ നിന്ന് കാണുകയല്ലേ പറ്റൂ. ശംഭോ മഹാദേവ. ഹലോ സുമി, പറ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുമി, നീ എന്തോന്നും മിണ്ടാത്തെ? എന്താടി കാര്യം പറ. ഒന്നും ഒട്ടും നല്ല വഴിക്കല്ല സ്നേഹ. തീരെ പ്രതീക്ഷിക്കാത്ത ഓരോന്നാ ഇവിടെ നടക്കുന്നത്. നിതീഷിനെ അനുരാധയൊക്കെ നമുക്ക് നന്നായി അറിയാവുന്നതല്ലേ. അവരെന്തും ചെയ്യുന്നു നമ്മൾ പ്രതീക്ഷിക്കണം. ഇനി അവരെന്ത് ചെയ്താലും നന്ദു നിന്റെ കൂടെ നിന്നാ. നന്ദു തന്നെയാണ് പ്രശ്നം. അവരറിഞ്ഞു കളിക്കുക. നന്ദുവിനെ എന്റെ അടുത്ത് നിന്ന് അകറ്റാനായിട്ട് അവരുടെ ശ്രമം. അതിനവര് കണ്ടുപിടിക്കുന്ന മാർഗങ്ങളാണ് എന്നെ ഞെട്ടിക്കുന്നത്. അവളുടെ സ്വന്തം നാശത്തിലേക്കാ നന്ദുവിനെ അവർ നയിക്കുന്നത്. എന്താ എന്താ അവര് ചെയ്തേ? എന്നാലും ഇതിത്തിരി കടുത്തുപോയി. കല്യാണം കഴിഞ്ഞ് വന്ന ദിവസം തന്നെ നീ നന്ദുവിനോട് കാര്യങ്ങളൊക്കെ ഏകദേശം സൂചിപ്പിച്ചിരുന്നതല്ലേ? അന്നേ ഞാൻ അവളുടെ അടുത്ത് പറയാവുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും അവൾക്ക് അവിടെയുള്ളവരുടെ തെറ്റ് തിരിച്ചറിയാൻ പറ്റാതെ പോയി. ആളുകളെ മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ പോയി. സ്വന്തം ചേച്ചിയായിട്ടുള്ള ഞാൻ പറയുന്നതിനെക്കാളും അവൾക്കിപ്പോ വിശ്വാസം മറ്റുള്ളവർ പറയുന്നതിനാ. നന്ദുവിന്റെ കണ്ണില് നിതീഷും അനുരാധാന്റെ അന്യരല്ല. അവര് അവളുടെ സ്വന്തം ബന്ധുക്കളാണെന്നുള്ള ധാരണ അനുരാധാന്റെ അവൾക്ക് കൊടുത്തു കഴിഞ്ഞു. അതാണ് പ്രശ്നം. എന്റെ അനിയത്തി ഇത്രക്ക് ബുദ്ധിയില്ലാത്ത ഒരാളായി പോയല്ലോ. എന്ത് പറഞ്ഞ ഞാൻ ഇനി അവളെ മനസ്സിലാക്കേണ്ടത്? നന്ദുവിന് ബുദ്ധിയില്ലാതായി പോയതല്ല സുമി. നിന്റെ അമ്മായിയമ്മ അനുരാധയ്ക്ക് ബുദ്ധി കൂടിപ്പോയതാണ് പ്രശ്നം. പിന്നെ അവളുടെ പ്രായം അതല്ലേടി. അവളുടെ സ്ഥാനത്ത് നിന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് വരെ ജീവിച്ച സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതമാണ് അവൾക്കിപ്പോ കിട്ടിയിരിക്കുന്നത്.
ഒരു ലക്ഷറി ലൈഫ് സ്റ്റൈൽ. നീയാ പറഞ്ഞത് വളരെ ശരിയാണ്. കുഞ്ഞുനാള് മുതല് അവള് സ്വപ്നം കണ്ടിരുന്നത് ഇതുപോലെ വലിയ നിലയും വിലയും ഒക്കെയുള്ള ഒരു ജീവിതം തന്നെയായിരുന്നു. വെറുതെ അല്ല, അതൊക്കെ കണ്ടപ്പോഴേ പെണ്ണിന്റെ മനസ്സ് മാറിയത്. എന്റെ അനീതിയാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവക്കെ ഒട്ടും പക്വതയോടെ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും അറിയില്ല. അത് അവൾ ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞതാണല്ലോ. ബുദ്ധിയും പക്വതയും ഉണ്ടായിരുന്നെങ്കിലേ അവൾ ഈ നിതീഷിന്റെ പിന്നാലെ പോകത്തില്ലായിരുന്നു. അതുമാത്രമല്ല, സ്വഭാവത്തിലും ഇഷ്ടാനിഷ്ടങ്ങളിലും എല്ലാത്തിലും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. എനിക്കൊരിക്കലും നന്ദുവിനെ ഇങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഇനി വൈകിട്ടില്ല സ്നേഹ. അവളെ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കും. അതിനിത്തിരി ബുദ്ധിമുട്ടായിരിക്കും സുമി. അവളെ പോലൊരു പെൺകുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ച് സ്വപ്നലോകത്തെത്തിക്കാൻ അനുരാധയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇപ്പോഴത്തെ സാഹചര്യത്തില് നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും എത്ര ഉപദേശിച്ചാലും അതൊന്നും നന്ദിതയുടെ തലയിൽ കയറാൻ പോണില്ല. എതിർക്കും തോറും അവൾക്ക് നീ ഒരു ശത്രുവായി മാറുകയുള്ളൂ. കാര്യങ്ങളെല്ലാം അവൾ ഒരു ദിവസം തിരിച്ചറിയാതിരിക്കില്ല. പക്ഷെ അതിനൊരുപാട് കാലം കഴിയണം. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തിരിച്ചടികൾ അവൾ നേരിടണം. എന്റെ അച്ഛൻ ഇതെല്ലാം അറിഞ്ഞാൽ എന്തായിരിക്കും അവർക്ക്? എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ആ പാവത്തിന്റെ ഹൃദയം തകർന്നു. അങ്ങനെ ആ മനുഷ്യൻ ഞങ്ങൾ രണ്ടുപേരും വളർത്തിക്കൊണ്ട് വന്നത്. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ എന്റെ അനിയത്തിക്ക് ഇങ്ങനെ ഒരു ഗതി വരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല സ്നേഹ. എന്ത് വില കൊടുത്ത് ഞാൻ അവളെ തിരുത്തും. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കും. സുമി, ഞാനൊരു കാര്യം പറയാം. സൂക്ഷിച്ചും ശ്രദ്ധയോടെയും വേണം നീ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ. അച്ഛന് മനപ്രയാസമാവെന്ന് കരുതിയിട്ട് നീ ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ പറയാതിരിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പോഴത്തെ സാഹചര്യത്തില് ആർക്കെങ്കിലും നന്ദിതയെ തിരുത്താൻ കഴിയുമെങ്കിൽ അത് നിന്റെ അമ്മയ്ക്ക് മാത്രമാണ്. അല്ല, അനുരാധ എന്ന് പറഞ്ഞാൽ നിന്റെ അമ്മയ്ക്ക് തേനും പാലും ആയിരുന്നല്ലോ. സത്യങ്ങളൊക്കെ കുറേശ്ശെ അവരും അറിയട്ടെ തന്നെ. കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന പരിപാടിയാ അവൻ നന്ദുവിനെ കൊണ്ട് ചെയ്യിപ്പിച്ചോണ്ടിരിക്കുന്നത്. ഈ തെമ്മാടിത്തരം ഞാൻ നിർത്തിക്കും സ്നേഹം. എന്റെ അനിയത്തെ ഞാൻ നശിക്കാനായിട്ട് സമ്മതിക്കില്ല. എന്തായാലും ആദ്യം ഈ കാര്യങ്ങളൊക്കെ നീ അമ്മയോടൊന്ന് പറയേ. ശരി. ആരായിരുന്നു ഫോണിൽ? സ്നേഹ. എനിക്ക് തോന്നി. എന്തായിരുന്നു? വല്ല സീരിയസ് ആയ ചർച്ചയാണോ? ഞങ്ങളിങ്ങനെ ഓരോരോ വിശേഷങ്ങളൊക്കെ. ആ, പിന്നെ സുമി, ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് പറയാൻ വിട്ടുപോയി. സുമി നാളെ രാവിലെ തന്നെ ഒന്ന് റെഡി ആവണം. ഒരു 7:30-8 മണി കണക്കാക്കി അങ്ങ് ഇറങ്ങിക്കോ. നമുക്കൊരിടം വരെ പോകാനുണ്ട്. അമ്പലത്തിലേക്കാണോ? അല്ല, അമ്മയുടെ വീട്ടിലോട്ട്. നാളെ പ്രതീക്ഷയെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. അവര് വരുമ്പോ നമ്മൾ രണ്ടുപേരും അവിടെ ഉണ്ടാവണം. അത് ഏതായാലും നന്നായി. ഞാൻ രാവിലെ തന്നെ റെഡി ആയിക്കോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.